അപ്പോ ഫുഡ് എന്താന്ന് മനസ്സിലായി, എന്തിനാ ഫുഡ് കഴിക്കുന്നതെന്ന് മനസ്സിലായി, ഫുഡിന് നമുക്ക് എന്ത് കിട്ടുന്നെന്ന് മനസ്സിലായി, ഹാബിറ്റാറ്റ് എന്താന്ന് മനസ്സിലായി. മനസ്സിലായോ ഇല്ലയോ? ക്ലിയർ ആയേ? നെക്സ്റ്റ് ടോപ്പിക്കിൽ പോവാം. നെക്സ്റ്റ് ടോപ്പിക് ഫുഡ് ചെയിൻ. എന്താ എന്താ ഫുഡ് ചെയിൻ? ഫുഡ് ചെയിന്റെ മീനിങ് എന്താ, അർത്ഥം എന്താ ഫുഡ് ചെയിന്റെ? ഫുഡ് ചെയിന് അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞാണ്. ഫുഡ് എന്ന് വെച്ചാൽ എന്താ? ആഹാരം. ചെയിൻ എന്ന് വെച്ചാൽ വെരി ഗുഡ്, സൂപ്പർ. ആഹാര ശൃംഖല. എന്താ ഫുഡ് ചെയിന്റെ അർത്ഥം? ആഹാര ശൃംഖല. വെരി ഗുഡ്. ആഹാര ശൃംഖല എന്ന് പറഞ്ഞാൽ നമ്മള് ചെറിയ ജീവികൾ, ഓക്കെ, ചെറിയ ജീവികളെ, ഇപ്പൊ സപ്പോസ് ആന്റ്, ഉറുമ്പില്ലേ, ഉറുമ്പ്, ആ ഉറുമ്പ് ഏറ്റവും ചെറിയൊരു അനിമൽ ആണല്ലോ ഉറുമ്പ്, ഒരു ജീവിയാണല്ലോ ഉറുമ്പ്. ആ ഉറുമ്പിനെക്കാട്ടിയും കുറച്ചുകൂടി വലിയൊരു ജീവി കഴിക്കും. മനസ്സിലായോ? ഇപ്പോ എക്സാമ്പിൾ നമുക്ക് കാക്ക പറയാം. എക്സാമ്പിൾ പറഞ്ഞു തരാം, വിശദമായിട്ട് ഞാൻ പറയാം. ഓക്കെ, ഈ ഉറുമ്പിനെ, നമ്മുടെ മണ്ണിൽ കാണപ്പെടുന്ന ഉറുമ്പിനെ കാക്ക വന്ന് കൊത്തി തിന്നുന്നു. കാക്ക ഇച്ചിരി വലിയ ഒരു ബേർഡാണേ. ഈ കാക്കയെ ആര് കഴിക്കും? കാക്കയെക്കാട്ടിയും വലിയൊരു ബേർഡ് അല്ലെങ്കിൽ ഒരു അനിമൽ, വെരി ഗുഡ്, ഈഗിൾ അല്ലെങ്കിൽ ഫോക്സ് അല്ലെങ്കിൽ ടൈഗർ, ആരോ ആയിക്കോട്ടെ, അങ്ങനെ കുറച്ചുകൂടെ വലിയൊരു അനിമൽ ആരെ കഴിക്കും? ഈ ക്രോയെ കഴിക്കും. കഴിക്കത്തില്ലേ? എന്നിട്ട് ഇപ്പൊ സപ്പോസ് ഈ ക്രോയെ കഴിച്ചത് ഫോക്സ് ആണെന്ന് വെച്ചു. ഈ ഫോക്സിനെ പിന്നെ ആര് കഴിക്കും? ആ ഫോക്സിനെ കാട്ടിയും വലിയ വേറൊരു അനിമൽ കഴിക്കും. ടൈഗർ, ലയൺ, അങ്ങനെ വലിയൊരു അനിമൽ ആരെ കഴിക്കും? ഈ ഫോക്സിനെ കഴിക്കും. അങ്ങനെ ഫോക്സിനെ കഴിച്ചു കഴിയുമ്പോ എന്താ സംഭവിക്കുന്നേ? ആ ടൈഗർ ഒരു ദിവസം അങ്ങ് മരിച്ചു പോവോ ഇല്ലയോ? നമ്മുടെ ലൈഫ് സ്പാൻ തീരുന്ന ടൈമിൽ നമ്മൾ മരിച്ചു പോകത്തില്ലേ? മരിച്ചു പോകും. അങ്ങനെ മരിച്ചു പോകുന്ന സമയത്ത് ആ ടൈഗർ അല്ലെങ്കിൽ ലയൺ എന്ത് സംഭവിക്കും? അത് മണ്ണിലടിഞ്ഞ് അതിന്റെ ബോഡി പാർട്സ്, അതിന്റെ ശരീരാവശിഷ്ടങ്ങളെല്ലാം എന്ത് സംഭവിക്കും? നമ്മുടെ മണ്ണിനോട് ചേരും. എന്ത് ചെയ്യും? എന്ത് സാധനം ഇപ്പൊ നമ്മുടെ മണ്ണിൽ വീണ് കഴിഞ്ഞാലും കുറെ നാൾ കഴിയുമ്പോൾ അത് മണ്ണിൽ ദ്രവിച്ച് നമ്മുടെ മണ്ണിന്റെ കൂടെ ചേർന്ന് ഇല്ലാണ്ടാവത്തില്ലേ? ഇല്ലാണ്ടാവുമല്ലോ. അങ്ങനെ ആ അനിമലിന്റെ ബോഡി നമ്മുടെ മണ്ണിൽ ഇല്ലാണ്ടാവുന്ന സമയത്ത് പിന്നെയും അതിൽ നിന്ന് വേറെയും ചെറിയ ചെറിയ ജീവികളുണ്ടാവും. ബാക്ടീരിയാസ്, നമ്മുടെ കണ്ണുകൊണ്ട് പോലും നമുക്ക് കാണാൻ കഴിയാത്ത ബാക്ടീരിയാസ് ഉണ്ടാവും, ഫംഗസ് ഉണ്ടാവും. അതുപോലെ നമുക്ക് കാണാൻ പറ്റുന്ന ചെറിയ ചെറിയ പുഴുക്കളില്ലേ, വേംസ് എന്ന് നമ്മൾ പറയുന്നത്, അങ്ങനത്തെ പുഴുക്കളും ഉണ്ടാവും. ഉണ്ടായേ? അപ്പൊ ഏറ്റവും ചെറിയ അനിമൽ പിന്നെ ഉണ്ടായോ? അപ്പൊ ആ പുഴുവിനെ പിന്നെ ആര് വന്ന് കൊത്തി തിന്നും? നമ്മുടെ കാക്ക വന്ന് പിന്നെയും കൊത്തി തിന്നും. നമ്മുടെ കാക്ക പിന്നെ ആര് തിന്നും? ഫോക്സ് തിന്നും. ആ ഫോക്സിന് പിന്നെ ആര് തിന്നും? ടൈഗർ തിന്നും. മനസ്സിലായോ? അങ്ങനെ ഒരു എന്താ പറയുന്നത്, നെറ്റ്വർക്ക് പോലെ, ശൃംഖല പോലെ, ചെയിൻ പോലെ വരുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? എന്ത് പറഞ്ഞു? ഫുഡ് ചെയിൻ. സപ്പോസ് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടെ, നമ്മുടെ വീട്ടിൽ കോഴിയുണ്ടോ? നമുക്കൊക്കെ ചിക്കൻ ഇഷ്ടമല്ലേ? നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ വീട്ടിൽ നമ്മൾ കോഴിയെ വളർത്തി. നമ്മുടെ കോഴി നമ്മുടെ പറമ്പിലെല്ലാം പോയി ഇങ്ങനെ കൊത്തിപ്പറക്കി പറമ്പിലുള്ള വേംസിനെ, ചെറിയ ചെറിയ വേംസിനെ, ആന്റിനെ എല്ലാം തിന്ന് വയറ് നിറച്ചിട്ട് നമ്മുടെ കോഴി നമ്മുടെ വീട്ടിൽ വരത്തില്ലേ? നമ്മൾ എന്ത് ചെയ്യും? ഒരു ദിവസം ചിക്കൻ തിന്നാൻ മോഹം തോന്നുമ്പോൾ ആ കോഴിയെ കൊന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ചിക്കൻ വെച്ച് അതിനെ കഴിക്കും. നാളെ ഒരു സമയത്ത് നമ്മൾ മരിച്ചു പോകുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ബോഡി അവിടെ എവിടെയെങ്കിലും ഇരുന്ന് കിടന്നു എന്ന് വെക്കട്ടെ, അലക്ഷ്യമായിട്ട് നമ്മൾ സംസ്കാരം നടന്നില്ല. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? നമ്മളെ ആര് വന്ന് തിന്നും? ടൈഗർ, ലയൺ, അങ്ങനത്തെ വലിയ അനിമൽസ് തിന്നും. മനസ്സിലായോ? ചെറിയ അനിമൽസിനെ ആര് തിന്നും? അവരെ കാട്ടി വലിയ അനിമൽസ്, ബേർഡ്സ്, പ്ലാന്റ്സ് എല്ലാം ഇതിൽ വരും. മനസ്സിലായോ? നമുക്ക് നമ്മുടെ ബുക്കിലുള്ള പിക്ചർ നോക്കാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഇത് നോക്കേ, ഒരു പോണ്ടാ കാണിച്ചേക്കുന്നത്. ഇത് കണ്ടോ? ഈ പോണ്ടിൽ ഏതൊക്കെ ജീവികളുണ്ടെന്ന് പറഞ്ഞേ. ഇതിൽ ബേർഡ്സ് ഉണ്ട്, അനിമൽസ് ഉണ്ട്. ഇതിന്റെയൊക്കെ പേരെന്ന് പറഞ്ഞു. ഇതെന്താ? ഫിഷ്. ഇതെന്താ? ആമ, ടർട്ടിൽ. പിന്നെ ഇതെന്താ? ക്രോ, കാക്ക. ഇതെന്താ? ക്രെയിൻ, കൊക്ക്. വെരി ഗുഡ്. ഇതെന്താ? ഫ്രോഗ്, തവള. വെരി ഗുഡ്. ഇത് ഗ്രാസ് ഹോപ്പർ, പുൽച്ചാടി. വെരി ഗുഡ്. ഇത് ഓക്കെ, ക്രാബ്. അപ്പോ ഇവിടെ ഫസ്റ്റ് ഇതിൽ ഏറ്റവും ചെറിയ അനിമൽ ഏതാണ് നിങ്ങൾ പറഞ്ഞ, അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ക്രീച്ചർ ഏതാണ്? അനിമൽ എന്നുള്ള പേര് നമുക്ക് വിടണ്ട, ജീവി എന്ന് തന്നെ പറയാം. ഇതിൽ ഏറ്റവും ചെറിയ ജീവി ഏതാന്ന് പറഞ്ഞേ? ഫിഷ്. ഈ ഫിഷിനെ ആര് തിന്നും? ഈ ഫിഷിനെ നമ്മുടെ ക്രോ തിന്നും. പിന്നെ ആര് തിന്നും? നമ്മുടെ ക്രെയിനും തിന്നും. തിന്നത്തില്ല? അവർക്ക് രണ്ടുപേർക്കും കൊത്തി തിന്നവേ. പിന്നെ ഈ ക്രോയെ ആര് തിന്നും? ക്രെയിൻ തിന്നോ ക്രോയെ? ക്രോയെ തിന്നത്തില്ല. ഈ ക്രോയെ തിന്നുന്നത് വേറെ ഏതെങ്കിലും വലിയ അനിമൽ ആയിരിക്കും, പക്ഷെ അത് നമ്മുടെ ഈ പിക്ചറിൽ ഇല്ല. മനസ്സിലായില്ലേ? പിന്നുള്ളത് ഈ ക്രെയിനെ തിന്നുന്ന വലിയ അനിമൽസിന്റെ പിക്ചർ നമ്മുടെ ഇതിനകത്തുണ്ടോ? ഇതിനകത്തില്ല. അപ്പൊ ഇതിനകത്തുള്ള ശൃംഖല നമുക്ക് നോക്കാം. ഇതിനകത്തുള്ള ഫസ്റ്റ് നോക്കേ. ഇതെന്താ? ഈ ഗ്രീൻ കളറിൽ കാണുന്ന എല്ലാം എന്താ ഈ പച്ച? ഗ്രാസ്. ഈ ഗ്രാസ് ആര് തിന്നും? ഗ്രാസ് ഹോപ്പർ. വെരി ഗുഡ്. ഫസ്റ്റ് ഈ ഗ്രാസിനെ ഗ്രാസ് ഹോപ്പർ കഴിക്കും. ഗ്രാസ് ഹോപ്പർ. ഈ ഗ്രാസ് ഹോപ്പറിനെ ആര് കഴിക്കും?
ആ വെരി ഗുഡ്. ഈ ഗ്രാസ് ഹോപ്പറിനെ ഫ്രോഗ് ഫസ്റ്റ് ഗ്രാസ്, ആ ഗ്രാസിനെ നമ്മുടെ ഗ്രാസ് ഹോപ്പർ കഴിച്ചു. പുല്ലിനെ പുൽച്ചാടി കഴിച്ചു. മനസ്സിലായോ? ഈ പുൽച്ചാടി ആര് കഴിക്കും? ഫ്രോഗ്. ഈ പുൽച്ചാടി ഫ്രോഗ് തവള കഴിക്കും. ഇനി ഈ തവളയെ തിന്നുന്ന ഒരു അനിമൽ, ഒരു ക്രീച്ചർ ഈ കൂട്ടത്തിലുണ്ട്. ആരാന്നൊക്കെ പറയാവോ? വെരി ഗുഡ്. ഈ തവള ആര് കഴിക്കും? സ്നേക്ക്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഏതാ നമുക്ക് കിട്ടിയ നോക്കേ? നമുക്ക് കിട്ടിയത് ഗ്രാസ് കിട്ടി, ഇല്ലയോ? ഗ്രാസിനെ ആര് കഴിക്കും? ഗ്രാസിനെ ഗ്രാസ് ഹോപ്പർ കഴിക്കും. ഈ ഗ്രാസ് ഹോപ്പറിനെ ആര് കഴിക്കും? ഫ്രോഗ്. ഈ ഗ്രാസ് ഹോപ്പറിനെ ഫ്രോഗ് കഴിക്കും. ഈ ഫ്രോഗിനെ ആര് കഴിക്കും? സ്നേക്ക്. ഇപ്പൊ 4 പേരായില്ലേ? 4 പേരായോ? ഗ്രാസ്, ഗ്രാസ് ഹോപ്പർ, ഫ്രോഗ്, സ്നേക്ക്. അതൊരു ചെയിൻ അല്ലേ? ഇത് നമ്മളിങ്ങനെ ഒരു സർക്കിളിലാണ് എപ്പോഴും ഫുഡ് ചെയിൻ വരയ്ക്കേണ്ടുന്നത്. അതായത് ഇവിടെ ഇപ്പൊ ഗ്രാസ് വന്നു, ഇവിടെ ഗ്രാസ് ഹോപ്പർ വരുന്നു, ഇവിടെ ഫ്രോഗ് വരുന്നു, ഇവിടെ സ്നേക്ക്. മനസ്സിലായില്ലേ? അതായത് സർക്കിളിൽ വരുന്നതിന്റെ കാരണം ഇത് എപ്പോഴും ഇങ്ങനെ റൊട്ടേറ്റ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ചെറിയ അനിമലിനെ വലുത് കഴിച്ച് വലുത് മണ്ണിലടിയുന്നു. പിന്നെ ആ മണ്ണിൽ നിന്നുള്ള ചെറിയ ബാക്ടീരിയാസിനെ എല്ലാം പിന്നെയും ചെറിയ അനിമൽ കഴിച്ച് ആ സർക്കിൾ ഇങ്ങനെ റൊട്ടേറ്റ് ആയിക്കൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ എർത്തിൽ. മനസ്സിലായോ? അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ സർക്കിളിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ ഒരു സിമ്പിൾ ഫുഡ് ചെയിൻ ഏതാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പഠിച്ചൊരു സിമ്പിൾ ഫുഡ് ചെയിൻ നിങ്ങളൊന്ന് പറഞ്ഞേ. ഗ്രാസ്, ഗ്രാസ് ഹോപ്പർ, ഫ്രോഗ്, സ്നേക്ക്. വെരി ഗുഡ്. മനസ്സിലായോ? നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഫുഡ് ചെയിൻ പറയാൻ പറ്റുമോ? ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നെ അല്ലാതെ സ്വന്തമായിട്ടൊരു ഫുഡ് ചെയിൻ പറയാൻ പറ്റുമോ? നിങ്ങൾ ചുമ്മാ നിങ്ങളുടെ മനസ്സിൽ എന്ത് വരുന്നോ, നമ്മുടെ ചുറ്റുവട്ടത്തും എന്ത് കാണുന്നോ അത് പറഞ്ഞാൽ മതി. ഒരു 3 അനിമൽസിന്റെ, ഒരു 3 ജീവികളുടെ പറഞ്ഞാൽ മതി. ഫിഷ്. വെരി ഗുഡ്. ഫിഷിനെ ആരൊക്കെ കഴിക്കും? ഫിഷിനെ ക്രോ കഴിക്കും. ക്രോയെ ആര് കഴിക്കും? ഫോക്സ്. പിന്നെ ആ ഫോക്സിനെ ആര് കഴിക്കും? ടൈഗർ, ലയൺ, അങ്ങനത്തെ വലിയ അനിമൽസ് ഒക്കെ കഴിക്കും. മനസ്സിലായോ? നന്നായിട്ട് മനസ്സിലായോ? എന്തിനാ ഈ ഫുഡ് ചെയിൻ? എന്തിനായിരിക്കും ഈ ഫുഡ് ചെയിൻ എന്ന് പറയുന്ന ഒരു സാധനം? എന്തിനാ നമ്മുടെ ഈ ഭൂമിയിലുള്ളത്? എന്തിനാ നമ്മുടെ സറൗണ്ടിങ്സിൽ ഫുഡ് ചെയിൻ എന്ന് പറയുന്ന ഒരു സാധനം എന്തിനാ കണ്ടുപിടിക്കപ്പെട്ട് വെച്ചേക്കുന്നേ? എന്തിനാ ഒന്ന് പറഞ്ഞേ? ചുമ്മാ ഒന്ന് ഓർത്ത് പറയാൻ പറ്റുമോ? ഫുഡ് ചെയിൻ എന്ന ഒരു എന്താ അതിന് പറയുന്നേ? ഒരു സംഭവം തന്നെ വേണമെങ്കിലും പറയാം. ഫുഡ് ചെയിൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതിന്റെ ആവശ്യകത എന്താ? നമുക്ക് എന്താ പറയാൻ പറ്റുമോ? ഒന്ന് ചിന്തിച്ചൊന്ന് പറഞ്ഞു നോക്കേ. ബാക്കിയുള്ള ജീവികൾക്ക് ആഹാരം വേണം. അത് കറക്റ്റ് ആൻസർ ആണ്. കറക്റ്റ് ആൻസർ ആണ്. പക്ഷെ ഇതിന് ആപ്റ്റായ വേറൊരു ആൻസർ ഉണ്ട്. എന്താ? നമ്മുടെ ഭൂമിയിലെ ആവാസ വ്യവസ്ഥ സന്തുലിതമാക്കുന്നതിന്. അല്ല, മനസ്സിലായോ? സന്തുലിതമാക്കുക എന്ന് വെച്ചാൽ ഈക്വൽ ആക്കുക, സമമാക്കുക. മനസ്സിലായില്ലേ? ഭൂമിയിലെ ആവാസ വ്യവസ്ഥ. ഒരു ഭൂമിയിൽ ഇഷ്ടംപോലെ അനിമൽസ് ഉണ്ട് അല്ലേ? ഇഷ്ടംപോലെ ഉറുമ്പുകൾ ഉണ്ടാവുന്നുണ്ട്, ആന്റുകൾ ഉണ്ടാവുന്നുണ്ട്. ഒരു പരിധി കൂടുതൽ ഈ ആന്റ് ഉണ്ടായ എന്താ സംഭവിക്കുന്നത്? ഭൂമിക്ക് ദോഷമല്ലേ സംഭവിക്കുന്നത്? അപ്പോൾ ഭൂമിക്ക് വേണ്ടുന്ന അനിമൽസ് മാത്രം ഭൂമിയിലിരിക്കുക, ബാക്കിയുള്ളവ ഭക്ഷണമാക്കേണ്ടവർ ഭക്ഷണമാക്കുക, ഭൂമിയിൽ മണ്ണിനോട് ചേരേണ്ടുന്നവ മണ്ണിനോട് ചേരുക. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ഭൂമിയുടെ ആവാസ വ്യവസ്ഥ സന്തുലിതമാക്കുന്നതിന്, ഓക്കെ, ഭൂമിയുടെ ഹാബിറ്റാറ്റ് ഈക്വൽ ആക്കുന്നതിന് വേണ്ടിയിട്ടാ എന്തിന്റെ പ്രസക്തി? ഫുഡ് ചെയിന്റെ പ്രസക്തി. മനസ്സിലായോ? നന്നായിട്ട് മനസ്സിലായോ?